Hello friends, Crafty Company Malayalam പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പേപ്പർ പെൻ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഒരു സീഡ് പെൻ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ പഴയ മാസികകളുടെ പേപ്പറാണ് നല്ലത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ കടകളിൽ നിന്നൊക്കെ റീഫിലറൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ റീഫിലർ ഇല്ലാത്തതുകൊണ്ട് ഒരു പഴയ പെന്നിൽ നിന്നാണ് ഇത് ഊരിയെടുത്തത്. അതിനുശേഷം ഇതിൻ്റെ ആ കുഴലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കിട്ടിയ ആ ബാക്കിയുള്ള പേപ്പർ ഭാഗത്ത്, അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചുറ്റിയെടുക്കണം. അതായത് ആ പേപ്പർ ആ കുഴലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നിലത്ത് വെച്ച് ചുറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ചുളിവുകളോ അതുപോലെ അത് ലൂസ് ആവാനൊന്നും പാടില്ല. നല്ല ടൈറ്റിലാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പെന്നിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ആ റൗണ്ട്. അതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും അതിൻ്റെ തടി കൂടി വരുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ വേണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ആ ഷേപ്പ്, പെന്നിൻ്റെ ഷേപ്പ് കിട്ടൂ. അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒക്കെ ഒരു സുഖം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗത്ത് ഇതുപോലെ പശ തേച്ച് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേപ്പർ പെന്ന് റെഡിയായി കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഈ പേപ്പർ പെന്നിനെ സീഡ് പെന്നാക്കി മാറ്റുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഹോൾസ് ഉണ്ട് അതിൻ്റെ പിറകു ഭാഗത്ത്. ആ ഹോൾസിൽ നമുക്ക് ഏത് വിത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ ചെറുപയറിൻ്റെ വിത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ തന്നെ ആവണമെന്നില്ല, ഏത് മരങ്ങളുടെ വിത്ത് ആവാം, അതുപോലെ പച്ചക്കറി ചെടികളുടെ വിത്ത് ആവാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ പേപ്പറിൻ്റെ, ഇപ്പോൾ നമ്മൾ ചുറ്റിയ പേപ്പറിൻ്റെ നീളത്തിനനുസരിച്ച് ആ ഹോൾസും വലുതാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വലിയ വിത്തുകൾ, അതായത് സൈസ് കൂടിയ വിത്തുകളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾസിൻ്റെ സൈസും കുറച്ച് വലുതാവേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പേപ്പർ അതിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റുകയാണെങ്കിൽ ആ ഹോൾസ് വലുതാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കത്രികയോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനൊരു ക്യാപ്പ് വേണം. അതായത് അടുത്തതായിട്ട് നമ്മൾക്ക് നമ്മുടെ പെന്നിൻ്റെ ടോപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം കട്ടാക്കി വെച്ച ആ ബാക്കിയുള്ള പേപ്പറാണ് എടുക്കുന്നത്. അത് ഈ നമ്മൾ ഉണ്ടാക്കിയ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഒന്ന് ചുറ്റിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ ആ അവസാന ഭാഗത്ത് പശ തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ വേഗത്തിൽ ഒട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ ഊരിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ആ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിനായിട്ട് പശ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടാപ്പുകളോ മറ്റോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടാപ്പിൻ്റെ വ്യത്യസ്ത നിറങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മനോഹരമാവുക നമ്മുടെ പേപ്പർ പെന്ന്. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് അതിൻ്റെ അകത്തേക്ക് കയറ്റാം. ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് ഇതുപോലെ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇത്രയും വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ പെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതും വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇതുപോലെ പഴയ മാസികകളുടെയും പത്രങ്ങളുടെയും ഒക്കെ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്.
അപ്പോൾ ഈ പേപ്പർ പെന്ന് നിങ്ങൾ വലിച്ചെറിയുകയാണെങ്കിൽ അത് മണ്ണിൽ വീഴുകയും ആ പേപ്പർ ദ്രവിച്ച് അതിലെ വിത്ത് മണ്ണിൽ വീണ് അതൊരു ചെടിയായി മാറുകയും ചെയ്യും. ഇതാണ് ഈ പെന്നിൻ്റെ പിറകിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.